പ്രാർത്ഥനയുടെ 6-ാം ദിവസം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇങ്ങനെ ഒരവസരം നൽകി തന്ന അവിടുത്തെ സ്നേഹത്തിനും കരുണയ്ക്കുമായി ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ഈ ഓൺലൈൻ കൂട്ടായ്മയിലായിരിക്കാൻ ദൈവം അവസരം നൽകിയല്ലോ. പ്രത്യേകിച്ച് ഈ ബഥേൽ ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ആദരണീയനായ കർത്താവിന്റെ ദാസൻ അമ്മ റോബി ബേബി അവர்களுം അദ്ദേഹത്തിന്റെ കുടുംബം, പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹീതമായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ ഷാനിമോൾ, പ്രാർത്ഥനയെ സഹകരിച്ച പ്രിയപ്പെട്ടവര്, പ്രത്യേകിച്ച് പാട്ടുകൾ ലീഡ് ചെയ്ത കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ആമേൻ. ഇന്ന് പകലിൽ ഞങ്ങളുടെയും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവമൊരുക്കുന്ന ഈ നല്ല അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാ വാത്സല്യ ദൈവമക്കൾക്കും അമേൻ കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുകയാണ്. അമേൻ. ഈ ശബ്ദം നിങ്ങൾക്ക് കൃത്യമായി കേൾക്കാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമുള്ള നിമിഷങ്ങളാണ്. വിവിധ വിഷയങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇനിയും ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അമേൻ. നമ്മുടെ യാത്രകളിലും അമേൻ നമ്മുടെ ജീവിതത്തിന് മറ്റുള്ളവരുമായി ഇടപെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ അമേൻ നാം പ്രാർത്ഥിച്ചു മുൻപോട്ട് പോകുന്ന ആളുകളാണ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ പകലിലും ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് ഒരു പാട്ടിന്റെ ചില ചരണങ്ങൾ ആമേൻ ഒരുമിച്ച് പാടി നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. നമുക്കൊരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. സ്തോത്രം. കൂരിരുൾ താഴ്വരയിൽ എന്റെ പാദങ്ങളിടറിടാതെ, കൂരിരുൾ താഴ്വരയിൽ എന്റെ പാദങ്ങളിടറിടാതെ, അഗ്നിത്തുണിൻ പ്രഭയാ യാനം ചെയ്യുവാനീ മരുവിൽ, അഗ്നിത്തുണിൻ പ്രഭയാ യാനം ചെയ്യുവാനീ മരുവിൽ, കൃപയാരുൾക കൃപയാരുൾക, അളവന്യ പാകർ നീടുക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപേ അരുൾക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപേ അരുൾക, രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോ, രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോ, അമിതബലം അരുളി എന്നെ സ്വാന്തനമാ നടത്താൻ, അമിതബലം അരുളി എന്നെ സ്വാന്തനമായി നടത്താൻ, കൃപയരുൾക കൃപയരുൾക, അളവന്യ പകർന്നിടുക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപേ അരുൾക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപേ അരുൾക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപേ അരുൾക.
ശബ്ദരാധരാധരാധരാധരാധരാധരാ. കർത്താവേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ നാഥ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ഈ പുതിയ വർഷത്തിന്റെ ദിവസങ്ങൾ പിന്നിടുവാൻ ആവശ്യമായ ദൈവശക്തി കൊണ്ട്, ദൈവകൃപ കൊണ്ട്, അഭിഷേകത്തുണ്ട് ആമേ. ദൈവം ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിരുനാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ചൊല്ലുന്നു. ഈ വർഷത്തിന്റെ പ്രാരംഭ സമയം തന്നെ ദൈവമക്കൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തോട് ചേർന്ന് സഹകരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൈവിക ആലോചന നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗമാണ് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു. സ്തോത്രം. ഇത് നമ്മൾ പലപ്പോഴും അനേക പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. അപ്പോസ്തലപ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പ്രധാന പഠന വിഷയമാണ് അപ്പോസ്തലപ്രവൃത്തി. കഴിഞ്ഞ 2 വർഷം എൻ്റെ സഭയിൽ ഞാൻ തുടർമാനമായി അപ്പോസ്തലപ്രവൃത്തികളിൽ നിന്ന് സംസാരിച്ചു. ലഭിക്കുന്ന സന്ദർഭങ്ങളൊക്കെ സ്തോത്രം ഒരു പ്രത്യേക നിയോഗം മറ്റൊരു വിഷയം സംസാരിക്കാനുണ്ടെങ്കിൽ അന്നേരമൊക്കെ ഞാൻ മറ്റു വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അപ്പോസ്തലപ്രവൃത്തിയിൽ നിന്ന് 2 വർഷത്തോളം തുടർമാനമായി സംസാരിച്ചു. അത് ദൈവജനത്തിനൊരു വലിയ അനുഗ്രഹമായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ഇങ്ങനെയൊരു അവസരം ലഭിച്ചപ്പോൾ നിങ്ങളോടും അതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ആലോചന, നിയോഗമനുസരിച്ച് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഈ അപ്പോസ്തലപ്രവൃത്തി ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല പല സന്ദർഭങ്ങളിൽ ഞാൻ അതിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ഉൾക്കാഴ്ചകൾ നൽകിയ ഒരു ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ നാളുകൾ. സ്തോത്രം. ഈ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ഏക ചരിത്ര ഗ്രന്ഥമാണ് അപ്പോസ്തലപ്രവൃത്തികൾ. ഈ ചരിത്ര ഗ്രന്ഥത്തിലാണ് ദൈവസഭയുടെ ആദ്യത്തെ 30 വർഷത്തെ ചരിത്രം നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. 30 വർഷത്തെ ചരിത്രം, ആദ്യ സഭ. ആമേൻ. നമ്മളൊക്കെ മാതൃകയാക്കുന്നത് ഏത് സഭയെയാണ്? സ്തോത്രം. നമ്മളൊരു സഭയെ നമ്മളെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഒരു സഭയുണ്ട്. ആ സഭയെ നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുമ്പോൾ ഏതു സഭയുടെ മാതൃക നമ്മൾ പിൻപറ്റും? അതൊരു പ്രസക്തമായ ചോദ്യമാണ്, അല്ലെ? ഞങ്ങളൊക്കെ IPC സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന് വേല ചെയ്യുന്നവരാണ്. അമ്മേ, ഞങ്ങൾ പറയും IPC സഭയെ മാതൃകയാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? AG സഭയെ, ഷാരോനെ, അമ്മേ, നൂണ്ടിയെ, സ്തോത്ര, TPM, ഇങ്ങനെ 100 കണക്കിന് സഭകളുണ്ട്. ഇതിലേത് സഭയെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും? അല്ല, ഈ പെന്തക്കോസ്തിന്റെ അനുഭവത്തിന് മുമ്പ്, ആമേ, 20-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ഈ പെന്തക്കോസ്തിന്റെ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഏത് സഭയാ ഉണ്ടായിരുന്നത്? അല്ലെ, പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ്. അതിനു മുമ്പ് ആമേ, സ്തോത്രം, അതിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സഭകളൊക്കെ ഉണ്ട്. യാക്കോബ സഭയുണ്ട്, കത്തോലിക്ക സഭയുണ്ട്, ഇങ്ങനെ ധാരാളം സഭകൾ അതിന്റെ പുറകിൽ ഇങ്ങനെ നിരന്നു നിൽക്കുക. നമ്മൾ ആരെ മാതൃകയാക്കും? സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് മാതൃകയാക്കാനുള്ളത് ഒന്നാമത്തെ സഭയാണ്. ഒന്നാമത്തെ സഭ, അതാണ്
അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വരച്ചു തരുന്ന സഭ. സ്തോത്രം. എന്റെ എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളാണ്. അതിൽ ചെറിയ മകൻ UKG വിദ്യാർത്ഥിയാണ്. കോഴിക്കോട് അവനിങ്ങനെ UKGയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരു ക്ലാസ് ടീച്ചറുണ്ട്. ആ ടീച്ചറ് ഓരോ ദിവസത്തെയും ഹോംവർക്ക് കൊടുക്കും. അപ്പം നമുക്കറിയാം 4 ലൈനിൽ ആദ്യത്തെ ലൈൻ ടീച്ചറായി എഴുതുന്നേ. എന്നിട്ട് ഹോംവർക്ക് എഴുതിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് പോകും. അതിന്റെ ഫോട്ടോ എടുത്ത് മാതാപിതാക്കൾക്ക് ഇട്ടുകൊടുക്കും, ഗ്രൂപ്പിലിടും. അപ്പൊ നമ്മളും അത് ശ്രദ്ധിക്കണം, കുഞ്ഞ് എഴുതുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ഹോംവർക്ക് ആശാൻ എഴുതുമ്പോ ഒന്നാമത്തെ ലൈൻ നോക്കി രണ്ടാമത് എഴുതും, രണ്ടാമത്തെ ലൈൻ നോക്കി മൂന്നാമത്തേത് എഴുതും, മൂന്നാമത്തെ നോക്കി നാലാമത്തെ എഴുതും. അവസാനം 12 ലൈൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 ലൈൻ ഉണ്ടെങ്കിൽ 10ാമത്തെ ലൈനും ഒന്നാമത്തെ ലൈനും നോക്കി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ആശാൻ എന്താ ചെയ്തേ? ഒന്നാമത്തെ നോക്കി രണ്ടാമത്തെ എഴുതി, രണ്ടാമത്തെ നോക്കി മൂന്നാമത്തെ എഴുതി, 9ാമത്തെ നോക്കി 10ാമത്തെ എഴുതി. ഇതാണ് സംഭവിക്കുന്നത്. അതേസമയം 2 എഴുതുമ്പോഴും 3 എഴുതുമ്പോഴും ഒന്നാമത്തെ ലൈനിനെ മാതൃകയാക്കിയാൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ആദ്യ സഭയുടെ 30 വർഷത്തെ ചരിത്രം നമുക്ക് എഴുതി തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്തോത്രം, അതിനെയാണ് നാം ഫോളോ ചെയ്യേണ്ടത്, അതിനെയാണ് നാം മാതൃകയാക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഈ കാണുന്ന സംഘടനകളെ അല്ല, സ്തോത്രം, അതിനെല്ലാം പോരായ്മകളുണ്ട്, വീഴ്ചകളുണ്ട്. എന്നാൽ നമ്മൾ മോഡലായി കാണേണ്ടത് അപ്പോസ്തല പ്രവൃത്തിയിലെ സഭയാണ്, അപ്പോസ്തല പ്രവൃത്തിയിലെ സഭ. സ്തോത്രം. ഇനിയും അവിടുത്തെ അവരുടെ ആ സഭയുടെ സുവിശേഷീകരണ മാതൃകയുണ്ട്, സുവിശേഷീകരണ മാതൃക. സ്തോത്രം. അവർ ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്നേ, ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് വീടുതോറും വിടാതെ സുവിശേഷം പറഞ്ഞ്, പിന്നെ നമ്മൾ വായിക്കുന്ന പട്ടണം തോറും, പട്ടണം തോറും. അപ്പൊ സുവിശേഷീകരണത്തിന്റെ മാതൃക വീടുതോറും വിടാതെ, പട്ടണം തോറും. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ, സ്തോത്രം, നമുക്ക് അപ്പോസ്തല പ്രവൃത്തി പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ ആ പ്രധാന വിഷയത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 12ാം അധ്യായത്തിൽ ദൈവസഭ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം. ഇന്ന് വളരെ ശ്രദ്ധയോടെ നമ്മൾ പ്രാർത്ഥിച്ച അനവധി വിഷയങ്ങളുണ്ട്. സ്തോത്രം. മാത്രമല്ല, ഈ 21 days ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിച്ചതിന് പിൻപിൽ ഒരു നിയോഗമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ നമ്മുടേതായ കുറെ വിഷയങ്ങളുണ്ട്. സ്തോത്രം. ഞാൻ ഇന്നൊരു ദിവസം ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കൂടെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് എന്റേതായ കുറെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ദൈവമക്കളെ, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം മുമ്പിൽ നാം വെക്കുമ്പോൾ അതിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ നല്ല ബോധ്യത്തോടുകൂടെ സഭ ശ്രദ്ധയോടെ പത്രോസിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമുക്കറിയാം, ഹെരോദാവ് ദൈവസഭയെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സ്തോത്രം. ഹെരോദാവ് ദൈവസഭയെ ഉപദ്രവിക്കുകയാണ്. ഇതിനു മുമ്പ് സഭയിൽ ഒരു പീഡനത്തിന്റെ ഒരു തരംഗമുണ്ടായി, സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം. സഭ ചിതറിക്കപ്പെട്ടു. പല നാടുകളിലേക്ക് അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ ചിതറിപ്പോയി. ഇതൊക്കെ നമ്മൾ അതിലൂടെ കണ്ടു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇടയ്ക്ക് ഒരു ശാന്തത വന്നെങ്കിലും വീണ്ടും ശത്രുവാകുന്നവൻ ഹെരോദ രാജാവിനെ കരങ്ങളിലെടുത്ത് ദൈവസഭയെ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആ സമയത്ത്, സ്തോത്രം, ആദ്യമായി അദ്ദേഹം യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ, സ്തോത്രം, യേശുവിന്റെ ശിഷ്യന്മാരിൽ ഉൾപ്പെട്ടിരുന്ന 2 പേരാണ് യോഹന്നാനും സഹോദരനായ യാക്കോബും. സ്തോത്രം. ഈ 2 പേരും യേശുവിന്റെ ശിഷ്യന്മാരാണ്. 2 പേരും മാതാപിതാക്കളെയും പടകും വലയും കൂട്ടുകാരെയും എല്ലാം വിട്ട് യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരാണ്.
സ്തോത്രം, അപ്പോസ്തലന്മാരാണ്. അതിൽ യാക്കോബിനെ സ്തോത്രം വാളുകൊണ്ട് ഹെരോദാവ് കൊന്നു. ഹല്ലേലൂയ. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പത്രോസിനെയും പിടിച്ചു തടവിൽ ആക്കി വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. സ്തോത്രം. ഇവിടെ ന്യായമായി ഒരു സംശയം നമുക്ക് തോന്നാം. എന്തുകൊണ്ട് യാക്കോബിനെ അറസ്റ്റ് ചെയ്തപ്പോ സഭ പ്രാർത്ഥിച്ചില്ല? സ്തോത്രം. എന്തുകൊണ്ട് സഭ പ്രാർത്ഥിച്ചില്ല? നമുക്ക് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അവിടെ വ്യക്തമായ ഉത്തരവൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. സ്തോത്രം. ഒരു പക്ഷേ യാക്കോബിനെ അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ തല വെട്ടുന്ന ഒരു നടപടി ആയിരിക്കാം ഹെരോദാവ് കൈക്കൊണ്ടത്. നമുക്ക് അതിനൊരു സൂചന തരുന്നുണ്ട്. അതിനൊരു സൂചന നമുക്ക് അവിടെ കിട്ടും. കാരണം പെരുന്നാൾ ദിവസമായതുകൊണ്ടാണ് പത്രോസിനെ തടവിൽ സൂക്ഷിച്ചത്. സ്തോത്രം. ഇപ്പൊ പെരുന്നാൾ അല്ലെങ്കിലോ യാക്കോബിനെ കൊന്നുപോലെ ചിലപ്പോ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെയും കൊന്നുകളയുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ 3-ാമത്തെ വാക്യം വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. സ്തോത്രം. അപ്പോ ഒന്നാമത്തെ കാര്യം, യാക്കോബിന് വേണ്ടിയുള്ള സ്തോത്ര പ്രാർത്ഥന സഭ ഉപേക്ഷയായിട്ട് വിചാരിച്ചതല്ല. പക്ഷേ ഹെരോദാവിന്റെ നടപടി വളരെ വേഗത്തിലായിരുന്നു. പക്ഷേ പത്രോസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി, കുറച്ചു മണിക്കൂർ ദൈവസഭയ്ക്ക് ലഭിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ലഭിച്ചു. ആ സമയം സഭ തക്കത്തിൽ ഉപയോഗിച്ചു എന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവം അനുവദിക്കുന്ന സമയം അത് നന്നായി പ്രാർത്ഥനയിൽ നാം വിനിയോഗിച്ചാൽ ദൈവമക്കളെ റിസൾട്ട് മറ്റൊന്നാകും. സ്തോത്രം. റിസൾട്ട് മറ്റൊന്നാകും. ഹല്ലേലൂയ. രേഖകളെ തിരുത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. തീരുമാനങ്ങളെ മാറ്റിവെപ്പിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. വിധികളെ മാറ്റാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. എന്റെ ഈ പ്രാർത്ഥന വൃഥാവല്ല, എന്റെ ഈ പ്രാർത്ഥന വ്യർത്ഥമല്ല. ഹല്ലേലൂയ. ഒരു മണിക്കൂർ നിനക്ക് പ്രാർത്ഥനയിൽ ലഭിക്കുമെങ്കിൽ സ്തോത്രം, നാളത്തെ റിസൾട്ട് മറ്റൊന്നാണ്. ഹല്ലേലൂയ. അതാണ് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ഈ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ പ്രാർത്ഥനയിൽ നമുക്ക് വിനിയോഗിക്കുവാനായിട്ട് കഴിയുന്നില്ല. സ്തോത്രം. ഒറ്റ മണിക്കൂർ നമുക്ക് കിട്ടിയുള്ളൂ. അത് ടെൻഷൻ അടിച്ച് അവരെയും ഇവരെ ഫോണിൽ വിളിച്ച് പിന്നെ പ്രയർ ഗ്രൂപ്പുകളിലേക്കെല്ലാം മെസ്സേജും ഇട്ട് സമയം വെറുതെ കളയരുത്. സ്തോത്രം. ഒരു മണിക്കൂർ കിട്ടിയാൽ അത് തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, സ്തോത്രം, ദൈവം ഇറങ്ങി വരുന്ന സമയമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇവിടെ ഈ വിഷയം പങ്കുവെക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ പറഞ്ഞില്ല 3 കുഞ്ഞുങ്ങളാണ്. അതിൽ മൂത്ത മകന് 3 മാസം പ്രായമുള്ളപ്പോ ഹെർണിയ എന്ന രോഗത്തിന് വേണ്ടി ട്രീറ്റ്മെന്റിന് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഈ മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്നല്ല നമ്മൾ പോകുന്നതെന്ന് ഓർക്കണം. പല ഡോക്ടർമാരെ കണ്ടിട്ട്, ഏതാണ്ട് 4ഓളം ഡോക്ടർമാരെ കണ്ടിട്ടാണ് അവസാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണാൻ തലേദിവസം ഞങ്ങൾ അവിടെ എത്തി. ഒരു റൂം എടുത്ത് താമസിച്ച് OP ടിക്കറ്റ് എടുത്ത് പിറ്റേ ദിവസം ഡോക്ടറെ അടുത്തേക്ക്. അന്ന് രാത്രി ഹോസ്പിറ്റലിൽ കാണുന്നതിന് തലേ രാത്രിയിൽ ഞങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഈ കുഞ്ഞിനെ അങ്ങാണ് ഞങ്ങളുടെ കയ്യിൽ തന്നത്. ഒരു ഓപ്പറേഷൻ നടത്താതെ വിടിവിപ്പാൻ, ഈ രാത്രി കൊണ്ട് വിടിവിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് രാവിലെ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറുടെ മുമ്പിൽ നിൽക്കും.
പീഡിയാട്രീഷ്യൻ സർജനാണ്, പ്രൊഫസറാണ്. അദ്ദേഹത്തെ കാണണം. അപ്പം കുറെ ഡോക്ടേഴ്സ് പഠിക്കുന്ന കുറെ ഹൗസ് സർജൻസി ചെയ്യുന്ന കുറെ ഡോക്ടർമാർ അവിടെ ഉണ്ട്. അപ്പൊ അവരെ വന്ന് ആളുകൾ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങള്, എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ വരികയാണ്. ജനിച്ചന്നേരമുള്ള കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം ഡേറ്റ് കൊടുക്കുക, അവർക്കെല്ലാം ഡേറ്റിങ്ങിന് കൊടുക്കുക. അപ്പൊ ഞങ്ങളുടെ ഊഴം വന്നു, ഞങ്ങളെ വിളിച്ചു. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഈ പ്രൊഫസർക്ക് കൊടുക്കാൻ ഒരു കത്തുണ്ടായിരുന്നത് കൊണ്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പ്രൊഫസറെ കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി. അപ്പൊ അങ്ങനെ ഞങ്ങൾ മാറ്റി നിർത്തി. പ്രൊഫസർ ഒരു 10 മണി 10:30 ആയപ്പോൾ വന്നു. അപ്പൊ ഇതിന്റെ സാറിനെ കാണാൻ വേണ്ടി ഇവർ നിൽക്കുന്നേ എന്ന് പറഞ്ഞു. ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ കുഞ്ഞിനെ കാണിച്ചു. കുഞ്ഞിനെ കാണിച്ചപ്പോഴാ ഡോക്ടർ പറയാം, ഓ ഒന്നും ചെയ്യണ്ടെന്നേ, നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ പൊക്കൂ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒന്നിച്ചൊന്ന് ചെയ്യും. മറ്റ് 4 ഡോക്ടർമാര് മണ്ടന്മാരാണ്? അല്ലെന്നേ, അല്ല. സ്തോത്രം, അവർ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അവര് പഠിച്ചതിൽ നിന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? അന്ന് രാത്രി ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നു. അന്ന് രാത്രി ദൈവത്തിന്റെ കരം ഞങ്ങളുടെ കുഞ്ഞിനെ തൊട്ടത് കൊണ്ടാണ് ആ ഡോക്ടർ പറഞ്ഞത്, ഇവൻ ഒരു ട്രീറ്റ്മെന്റും വേണ്ട. സ്തോത്രം, ഞാൻ പറയുന്നത് ദൈവമക്കളെ, ഒരു ഗുളിക പോലും, സ്തോത്രം, ഇതൊന്ന് കൊടുത്തു നോക്ക് എന്നു പോലും പറയാതെ കുഞ്ഞിനെ കൊണ്ട് പൊക്കോ. സ്തോത്രം, ഒരാഴ്ചക്കുള്ളിൽ ഈ പ്രയാസം മുഴുവൻ മാറും എന്ന് പറഞ്ഞ വിട്ടെ. ഞങ്ങൾ സ്തോത്രം പറഞ്ഞ് ധൈര്യത്തോടെ കുഞ്ഞിനെ കൊണ്ട് പോകുന്നു. കാരണം ഞങ്ങൾക്കറിയാം, ആ തലേ രാത്രിയിൽ ദൈവത്തിന്റെ കരം ഞങ്ങളെ തൊട്ടുവന്ന്. ഹല്ലേലൂയ. ഒരു രാത്രി നമുക്ക് ലഭിച്ചാൽ, സ്തോത്രം, അത് പ്രാർത്ഥനയിലൂടെ അതിന്റെ റിസൾട്ട് മാറ്റാൻ നമുക്ക് കഴിയും. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കൊല്ലുവാൻ കാത്തിരുന്ന ഹെരോദാവിന്റെ പിടിയിൽ നിന്ന് തന്റെ ദൂതനെ അയച്ച് ദൈവം അദ്ദേഹത്തെ വിടുവിച്ചു. സ്തോത്രം. അവിടെ നിന്നുകൊണ്ട് ഒരു ദൂതും കൂടെ പറഞ്ഞ് ഈ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യം, ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ പുറത്ത് മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. സ്തോത്രം. ഈ പത്രോസിന്റെ കൂടെ 2 പടയാളികൾ അവരും ഉറങ്ങുക. പത്രോസ് മാത്രമല്ല, 2 പടയാളികളും ആ പടയാളികളുടെ നടുവിൽ കിടന്നാണ് പത്രോസ് ഉറങ്ങുന്നത്. ഈ ചങ്ങലകൾ അവരെയും കൂടെ ബന്ധിച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരും കൂടെ അറിയണം. ആ നിലയിലാണ് ഈ ചങ്ങല പത്രോസിനെ പൂട്ടിയിട്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ, പത്രോസിന്റെ അരികിൽ വന്ന ദൂതൻ ആ ചങ്ങല അഴിച്ചപ്പോ പടയാളികൾ അറിഞ്ഞില്ല. സ്തോത്രം. ഞാനത് പറയുന്നത് ചങ്ങല പോലും അറിഞ്ഞില്ലെന്നാണ്. ചങ്ങല പോലും അറിയാതെ പത്രോസിനെ വിടുവിക്കാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് പകല് ഞാനൊരു ദൂത് നിങ്ങൾക്ക് കൈമാറുകയാണ്. ചങ്ങല പോലും അറിയാതെ നിന്റെ കാര്യത്തിന് പരിഹാരം വരുത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2 പടയാളികളുടെ നടുവിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട്, സ്തോത്രം, പത്രോസ് നന്നായി ശ്വാസം വിട്ടാൽ പോലും പടയാളികാർ അറിയുമെന്ന അവസ്ഥയിൽ ദൈവം വിടുവിച്ചത്. സ്തോത്രം. ആ ചങ്ങല പോലും അറിഞ്ഞില്ല തങ്ങൾ ബന്ധിച്ചിരുന്ന മനുഷ്യൻ രക്ഷപ്പെട്ടു പോകുന്നത്. പുറത്തെ പടയാളികൾ അറിഞ്ഞില്ല, വാതിലുകൾ അറിഞ്ഞില്ല. ഹല്ലേലൂയ. അവിടെയുള്ള ആരും അറിഞ്ഞില്ല. സ്തോത്രം. ദൈവത്തിന്റെ വിടുതൽ അത്ര കൃത്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവം നമ്മെ വിടുവിക്കുമ്പോൾ എത്ര ഭംഗിയായി, എത്ര
പെർഫെക്റ്റ് ആയി, എത്ര മനോഹരമായി അത് നിർവഹിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേ സ്തോത്ര. ദൈവത്തിന്റെ ആ വിടുതലിന്റെ കരം എത്ര മനോഹരമാണ്, എത്ര അത്ഭുതകരമാണ്, അത്ഭുതകരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേ കൃത്യതയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, ആമേ പൂർണ്ണതയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. ഒരിക്കൽ എന്നോട് ഞാനൊരു വീട്ടിൽ വിസിറ്റിങ്ങിന് വേണ്ടി ചെല്ലുകയാണ്. നമ്മുടെ സഭയിലെ ഒരു കുടുംബമാണ്. അവിടെ ചെന്നപ്പോ അവിടുത്തെ മമ്മി എന്നോട് പറയുകയാണ്, അവിടുത്തെ ആന്റി എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, മോള് പ്രഗ്നന്റ് ആണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ 5-ാം മാസത്തെ സ്കാനിങ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിനകത്ത് ഒരു മുഴ കൂടെ വളരുന്നുണ്ട്, ഒരു മുഴ കൂടെ വളരുന്നുണ്ട്. അപ്പോ കുഞ്ഞും വളരുന്നുണ്ട്, മുഴയും വളരുന്നുണ്ട്, കുഞ്ഞും വളരുന്നുണ്ട്, മുഴയും വളരുന്നുണ്ട്. സ്തോത്രം. എന്തു ചെയ്യണം? അപ്പൊ എന്നോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അപ്പോ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ നേരത്ത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കണം: കുഞ്ഞിന്റെ വളർച്ച മുകളിലേക്ക് ഉയരണം, ആ ട്യൂമറിന്റെ വളർച്ച താഴേക്കാകണം. ട്യൂമറിന്റെ വളർച്ച താഴേക്കാകണം. അങ്ങനെ ആ വാക്ക് പറഞ്ഞ് ആ വീട്ടിൽ ആത്മനിറവോടെ ഞാൻ പ്രാർത്ഥിച്ചു. സ്തോത്ര. ദൈവമക്കളെ, സ്തോത്രം. ആ സഹോദരിയെ ഗൾഫിൽ നിന്ന് നാട്ടിൽ കൊണ്ടുവന്ന് പെരിന്തൽമണ്ണയിലുള്ള ഒരു പ്രശസ്തമായ ആശുപത്രിയിൽ ഡെലിവറിക്ക് മുമ്പേ അഡ്മിറ്റ് ചെയ്ത് സ്തോത്ര കാര്യങ്ങളെല്ലാം അവിടുന്ന് കൊണ്ടുവന്ന പേപ്പറുകളെല്ലാം സ്തോത്ര ഹോസ്പിറ്റലിൽ കാണിച്ച് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി മുമ്പോട്ട് പോവുകയാണ്. സ്തോത്രം. സിസേറിയൻ ആവശ്യമായിരുന്നത് കൊണ്ട് സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, സ്തോത്ര, കുഞ്ഞിന്റെ അമ്മ എന്തിയെ? കുഞ്ഞിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. പക്ഷെ അമ്മയ്ക്ക് പോകാൻ അപ്പോഴും മനസ്സില്ല. കാരണം ഉള്ളിൽ ഈ ട്യൂമറിന്റെ വിഷയം ഇങ്ങനെ സ്തോത്ര കിടക്കുകയാണ്. ഡോക്ടറോട് വീണ്ടും ചോദിച്ചു, സ്തോത്ര, എങ്ങനെയുണ്ട്? കുഞ്ഞിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഞ്ഞിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സ്തോത്രം. അവസാനം ഡോക്ടറോട് പറയേണ്ടി വന്നു, സാറേ, ഇതുപോലെ ഗൾഫിൽ നിന്ന് ഒരു മുഴയുണ്ടെന്നാണ് അന്നത്തെ സ്കാനിങ്ങിൽ റിപ്പോർട്ട് വന്നത്. ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ സ്തോത്രം, ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞിട്ട് ഡോക്ടർ പറയാ, അങ്ങനെ ഒരു മുഴ അവിടെ ഇല്ല, അങ്ങനെ ഒരു മുഴ അവിടെ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ ഓർക്കുക, ചങ്ങല അറിയാതെ പത്രോസിനെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവം. സ്തോത്രം. ഇന്ന് പകലിൽ എവിടെയാണോ ദൈവത്തിന്റെ കരമിറങ്ങി വരേണ്ടത്, കൃത്യതയോടെ, കൃത്യതയോടെ, സ്തോത്രം, ഹല്ലേലൂയ, ചെവി അറിയാതെ, സ്തോത്രം, പരിസരങ്ങൾ അറിയാതെ, ചുറ്റുപാടുകൾ അറിയാതെ, ചങ്ങല അറിയാതെ, സ്തോത്രം, സ്തോത്രം, വിടുതൽ തരാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ ശക്തി നമ്മുടെ വിഷയങ്ങളിൽ ഇറങ്ങാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ കരം നമുക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, സ്തോത്രം. ഇവിടെ 2 കാര്യങ്ങൾ ദൈവമക്കളെ ഒന്ന് ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു കൊള്ളാം. ഒന്ന്, യാക്കോബിനെ കൊന്നു. 2, പത്രോസിനെ കൊല്ലാൻ തടവിൽ സൂക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. ഇവിടെയാണ് സഭ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. ജാഗ്രതയോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്ന ഉപദ്രവങ്ങൾ, ആവർത്തിക്കുന്ന പ്രതിസന്ധികൾ, തുടർച്ചയായി ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ, സ്തോത്രം, ഇതിനെ ലാഘവമായി നമ്മൾ കാണരുത്. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിനെ കൊന്നത് സ്തോത്രം, സഭ വളരെ ഗൗരവമായി തന്നെ കണ്ടേ. അതുകൊണ്ടാണ് പത്രോസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ സഭ മുട്ടിന്മേൽ നിന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് പ്രതിസന്ധികളുടെ മുമ്പിൽ ആവർത്തനങ്ങൾ സംഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ശത്രു നമ്മെ ലക്ഷ്യമിട്ടിട്ടുണ്ട്, ശത്രുവിന്റെ പദ്ധതികൾ നമുക്കെതിരെ ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി നമുക്ക് അതിനോട് പോരാടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കഴിഞ്ഞ ദിവസം
ഞാനൊരു ഇന്റർവ്യൂ, യൂട്യൂബിൽ വന്ന ഒരു ഇന്റർവ്യൂ കാണുകയായിരുന്നു. അതിലൊരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു സഹോദരിയാണ് ആ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നത്, ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത്. ഒരു സെക്യുലർ ആയുള്ള ഒരു പിന്നെ മാധ്യമമാണത്. ഗ്ലോബൽ വില്ലേജ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ചാനല്. അതിൽ കൗൺസിലറുടെ അനുഭവങ്ങൾ എന്ന പേരിൽ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. അതിൽ ആ സഹോദരി പറയുന്ന ഒരു കാര്യം, ഞാൻ ആ സഹോദരിയുടെ പേര് പറയാം. ശ്രീകുട്ടി MS എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ് അതിന് അന്ന് പിന്നെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. അവർ പറയുന്നത്, ഒരേ വീട്ടിൽ നിന്ന് 2 സഹോദരിമാർ അവര് ഡിവോഴ്സിന് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്, കേസ് കൊടുത്തിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് ഈ ശ്രീകുട്ടിയുടെ മുമ്പിലാണ് ഇവർക്ക് 2 പേർക്കും കൗൺസിലിങ്ങിന് വേണ്ടി ക്രമീകരണം ചെയ്തു കൊടുത്തത്. ഒരേ വീട്ടിൽ നിന്ന് ചെറുപ്പക്കാരായ 2 സഹോദരിമാർ ഒരേ സമയത്ത് ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു കൗൺസിലറുടെ മുമ്പിൽ വന്നപ്പോൾ ആ സഹോദരിക്ക് സംശയം ഉണ്ടായി. ഇതെന്തുകൊണ്ടാണ്? ഇതിനകത്തൊരു കോമൺ ആയ ഒരു വിഷയം ഉണ്ടല്ലോ, ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ആ സഹോദരിക്ക് തോന്നി. എന്നിട്ട് ആ സഹോദരി ഈ വിഷയത്തിലുള്ള തൻ്റെ ചില നിഗമനങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുകയാണ്. ഒരു വീട്ടിൽ നിന്ന് 2 സഹോദരിമാർ, ചേട്ടത്തി അനിയത്തി, ഡിവോഴ്സ് കേസിന് ഒരേപോലെ ഒരേ സമയം കോടതിയെ സമീപിച്ചപ്പോൾ ആ കൗൺസിലർ പറയാണ്, ഇതിനകത്ത് എന്തോ ഒരു വിഷയം ഉണ്ടെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഒരേ സഭയിൽ നിന്ന് 2 നേതാക്കന്മാരെ ശത്രു അടർത്തി മാറ്റുമ്പോ, അവരെ തകർക്കുവാൻ ശത്രു പദ്ധതിയിടുമ്പോ, ദൈവമക്കളെ, ഈ കൗൺസിലറുടെ ബുദ്ധിയെങ്കിലും നമുക്ക് വേണ്ടേ? അതിനകത്തൊരു കാര്യമില്ലേ? സ്തോത്രം. യാദർച്ഛികമെന്ന് പറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. അതിനകത്ത് പിശാചിന്റെ ഒരു പദ്ധതിയുണ്ട്. സ്തോത്ര. തുടർമാനമായ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് നമ്മെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ, നമുക്കെതിരെ ശത്രു പടയൊരുക്കം നടത്തുമ്പോൾ, സ്തോത്രം, അതിനെ ലാഘവമായി കാണാതെ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. കോവിഡ് കാലത്ത് നമുക്കറിയാം ധാരാളം ആളുകൾ മരിച്ചു, ധാരാളം ആളുകൾ. ഡൽഹിയിലൊക്കെ ഇത് വളരെ രൂക്ഷമായിരുന്നു എന്ന് നമുക്കറിയാം. ഒന്നാതെ അവിടെ ഈ നല്ല ശുദ്ധവായു ഇല്ല, പൊടിപടലങ്ങളും പുകയും ഒക്കെ ചേർന്ന അത്. അവിടെയുള്ള മിക്കവാറും ആളുകൾക്കെല്ലാം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ കോവിഡും കൂടെ വന്നപ്പോഴേക്കും 100 കണക്കിന് ആളുകളാണ്. സ്തോത്രം. നിർത്താതെയാണ് ആംബുലൻസുകൾ ഇങ്ങനെ പൊക്കൊണ്ടിരുന്നത്. ആശുപത്രിയുടെ വഴിയിൽ ഇങ്ങനെ ഒന്ന് കയറാൻ വേണ്ടി ആംബുലൻസുകൾ നിരനിരയായി കിടന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഒരിറ്റി ശ്വാസത്തിന് വേണ്ടി ആംബുലൻസിൽ കിടന്ന് പിടഞ്ഞു മരിച്ചവരുണ്ട്. ഓക്സിജൻ സിലിണ്ടറുകൾക്ക് വേണ്ടി നെട്ടോട്ടമോടിയ ബന്ധുക്കളും കുഞ്ഞുങ്ങളുമുണ്ട്. ഇതെല്ലാം നമുക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ ചിലരെങ്കിലും, എല്ലാമൊന്നും പറയാൻ നമുക്ക് പറ്റില്ല, ചിലരെങ്കിലും, സ്തോത്രം, നമ്മളൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ജീവനിലേക്ക് തിരിച്ചു വന്നേനെ. സ്തോത്രം. അതിന് ഞാൻ പറയുന്ന കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ചുമ്മാ പറയുന്നതല്ല. ഒരു ദിവസം ഞങ്ങളന്ന് നിലമ്പൂരിലാണ്, കോഴിക്കോടേക്ക് വന്നിട്ടില്ല. ആ സമയത്ത് ഞങ്ങൾ നിലമ്പൂർ, കോവിഡിന്റെ നല്ല മൂർധന്യതയിൽ, അതിന്റെ 2ാം തരംഗത്തിലാണല്ലോ കൂടുതൽ മരണങ്ങൾ സംഭവിച്ചത്. ആ സമയത്ത് ഞങ്ങൾ നിലമ്പൂരാണ്. ഇപ്പൊ നമുക്കറിയാം, റോഡിലൂടെ ഇങ്ങനെ ആംബുലൻസുകൾ ചീറി പാഞ്ഞു പോകുന്ന ശബ്ദമൊക്കെ നമ്മൾ കേൾക്കാം. അപ്പൊ ആളുകൾ ഇങ്ങനെ പറയുന്നതും വാർത്തകളിൽ വരുന്നതും ഒക്കെ നമുക്കറിയാം. ഈ മരണങ്ങൾ എങ്ങനെ സംഭവിക്കുന്നത്, ശ്വാസ തടസ്സങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോ ആ സമയത്ത് 108 വിളിച്ച് നേരെ അങ്ങ് ചെന്നാ മതി ഹോസ്പിറ്റലിലേക്ക്, അവർ നേരെ ICUലേക്ക് കൊണ്ടുപോയിക്കോളും. ഇങ്ങനെ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ദിവസം രാത്രിയിൽ ഞാന് ഇതുപോലെ പഠനവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ
ഞാൻ പെട്ടെന്ന് എൻ്റെ വൈഫിന്റെ ശ്വാസത്തിന്റെ ഗതി, ആ ശബ്ദം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നോക്കുമ്പോൾ നെഞ്ചും കൂടി ഇങ്ങനെ ഉയർന്നു താഴുകയാണ്. ഒരു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ശബ്ദം പോലെ മൂക്കിൽ നിന്നൊക്കെ വലിയ ശബ്ദം പുറത്തേക്ക് വരുന്നു. ആകെ പെടയുന്ന ഒരവസ്ഥ. ഞാന് ആ സമയത്ത് കേൾക്കുന്ന വാർത്തകളെല്ലാം ശ്രദ്ധിച്ചു. ദൈവമേ, ഇത് കോവിഡ് ആണല്ലോ, ഇത് കോവിഡ് ആണല്ലോ, അങ്ങനെയെങ്കിൽ 108 വിളിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോ സ്തോത്രം, ഞാൻ ചിന്തിച്ചു, കുഞ്ഞുങ്ങളെ വിളിച്ചാൽ അവരും വരും, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, അവരും പെട്ടെന്ന് ക്വാറന്റൈനിലേക്ക് പോകണം. അവരും കോവിഡ് എന്നൊരു ഈ വ്യക്തിയെ തൊട്ട് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നാൽ തന്നെ പ്രശ്നമാണ്. ഇനിയും അവർക്കും ഇത് പടർന്നാലോ, തൽക്കാലം കുഞ്ഞുങ്ങളെ അറിയിക്കണ്ടെന്ന് വെച്ചു. ഞാന് അത് കണ്ടിട്ട് ആ കട്ടിലിന്റെ അരികിൽ മുട്ടുകുത്തി ആ ശരീരത്തിലേക്ക് എൻ്റെ കൈ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഏത് മാരകരോഗത്തെയും സൗഖ്യമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും, എൻ്റെ ദൈവത്തിന് കഴിയും. കർത്താവ് സൗഖ്യമാക്കണമേ, കർത്താവ് സൗഖ്യമാക്കണമേ. ഞാൻ പ്രാർത്ഥിച്ചു, ഒരു ശാന്തത വന്നു. ഞാൻ തിരികെ സ്തോത്രം വീണ്ടും എൻ്റെ ചെയറിലേക്ക് വന്നു. ഞാൻ വീണ്ടും വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് ആരംഭിച്ചു, രണ്ടാമതും. സ്തോത്രം. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ധൈര്യം വന്നു. ആദ്യത്തെ പ്രാർത്ഥനയിൽ ഒരു മാറ്റം വന്നല്ലോ. ഞാൻ രണ്ടാമതും മുട്ടുകുത്തി കൈവച്ച് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, സ്തോത്രം. ഞാൻ ആ സമയം രണ്ടാമത് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിച്ചു. ആത്മാവിൽ പ്രാർത്ഥിച്ച് ആ ബന്ധനത്തെ ശാസിച്ചു, ആ പോരാട്ടത്തെ ശാസിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ആ ഘട്ടം കഴിഞ്ഞപ്പോ, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോ വൈഫ് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, എനിക്ക് എന്താ സംഭവിച്ചേ? സ്തോത്രം. എന്നിൽ നിന്ന് എന്തോ മാറിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, എന്താണ് സംഭവിച്ചത് എന്ന് എന്നോട് ചോദിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞു, നീ എന്നെ ഒന്ന് പേടിപ്പിച്ചു. അത്രേ ഉള്ളൂ, നമുക്ക് പോകാം. ഞങ്ങൾ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു വന്ന സ്തോത്രം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസമാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ ഈ വിഷയം എൻ്റെ ഒരു സഹപ്രവർത്തകനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതിന്റെ ഗൗരവം അദ്ദേഹത്തിന് പിടിയിട്ട് അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ദൈവദാസന്മാർക്കൊക്കെ ഇങ്ങനെ പോരാട്ടം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം അതിനെ വേണ്ട പോലെ മനസ്സിലാക്കിയില്ല. സ്തോത്രം. പക്ഷെ ഞങ്ങൾക്കറിയാം ഇതിനകത്ത് ദൈവത്തിൻ്റെതായ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ടെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകന്റെ ഭാര്യ ഇതുപോലെ ശ്വാസ തടസ്സം ഉണ്ടായി. ആ വീട്ടിൽ ഇതുപോലെ നിൽക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്ന് തോന്നിയപ്പോൾ 108 വിളിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ അഡ്മിറ്റ് ചെയ്ത് ഓക്സിജൻ കൊടുത്തു. സ്തോത്രം. ആ വിവരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഗ്രൂപ്പിലിട്ടു. അന്നേരമാണ് ഞങ്ങൾ ഇത് കാണുന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, കർത്താവേ, എന്തുകൊണ്ടാണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരനുഭവം തന്നത്? സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾക്ക് മനസ്സിലായി, ഇതുപോലെയുള്ള ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ദൈവം ഞങ്ങളെ ആ അനുഭവത്തിലൂടെ കടത്തിവിട്ടത്. സ്തോത്രം. അന്നു രാത്രി ഞങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി ഈ സഹോദരി ഇതേ നിലയിൽ തുടർന്നാൽ അടുത്തത് ICUവിലേക്ക് മാറ്റും. സ്തോത്രം. നമ്മൾ കേട്ടിടത്തോളം ICUവിലേക്ക് പോയവരൊന്നും തിരികെ വന്നിട്ടില്ല. കർത്താവേ, അനുവദിക്കരുത്, തിരികെ വരണം. സ്തോത്രം. ICUവിലേക്ക് പോകാതെ സൗഖ്യത്തോടെ മടങ്ങി വരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വൈകാതെ ആ സഹോദരി തിരികെ വന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതൊക്കെ കാലങ്ങളൊക്കെ കഴിഞ്ഞു. സ്തോത്രം. കോവിഡ് ഒക്കെ മാറി, ശുശ്രൂഷയിൽ പിന്നെ മുൻപോട്ട് പോയി. സ്ഥലം മാറ്റം വന്നു. ഞങ്ങൾ കോഴിക്കോട് വന്നു. കോഴിക്കോട് വന്ന് 1 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഒരു ആന്റി ഇതേപോലെ ഒരു അണ്ടർതി യോഗത്തിന് വന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു പോയി. പുള്ളിക്കാരത്തേക്ക് ജലദോഷം ആരംഭിച്ചു. അത് ലങ്സിനകത്ത് ഇൻഫെക്ഷനായി. അങ്ങനെ വീണ്ടും ആ സഹോദരി ചെസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ചെസ്റ്റ് ഹോസ്പിറ്റലിൽ മാസങ്ങളോളം ഇങ്ങനെ നീണ്ടുപോവുകയാണ് ട്രീറ്റ്മെന്റ്. അങ്ങനെ ചെസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി.
അവിടെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട പല ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സഹോദരിക്ക് കോവിഡും കൂടെ പിടിച്ചു. അതുകൊണ്ട് കൂടെ നിൽക്കുന്ന അങ്കിളിനും കോവിഡ് പിടിച്ചു. അങ്ങനെ രണ്ടുപേരും ചെസ്റ്റ് ഹോസ്പിറ്റലിൽ കോവിഡിന്റെ വാർഡിൽ അഡ്മിറ്റായി. സ്തോത്രം. അപ്പോഴും എല്ലാ ദിവസവും ഫോൺ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. അവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ കൊണ്ടുവന്നു. ഒരു 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞു. ഞങ്ങൾക്കൊക്കെ ചെല്ലാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങൾ ദൈവം തന്നു. അങ്ങനെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്രമേണ വളരെ പ്രായമുള്ള ആന്റി സൗഖ്യത്തിലേക്ക് വന്നു. സ്തോത്രം. ജനുവരി മാസത്തിലെ സ്തോത്രം ആ ആദ്യത്തെ കൂട്ടായ്മ ന്യൂ ഇയർ സർവീസ് കഴിഞ്ഞു പോയ ആന്റി 7 മാസങ്ങൾക്ക് ശേഷമാണ് തിരികെ ആരാധനാലയത്തിൽ വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിനിടയിൽ ചെസ്റ്റ് ഇൻഫെക്ഷനായി കോവിഡ് ബാധിച്ചു, മരിച്ചുവെന്ന് സ്തോത്രം ചിന്തിക്കുന്ന അവസ്ഥ വരെ എത്തി. പക്ഷേ ദൈവം തിരികെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രതിസന്ധികൾ ആവർത്തിക്കുമ്പോൾ ഭയപ്പെടുകയല്ല വേണ്ടത്, പിറുപിറുക്കുകയല്ല വേണ്ടത്. നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുവാനായിട്ടിടയായി തീരണം. സ്തോത്രം. ശത്രു കൊണ്ടുവരുന്ന ചങ്ങലകളെ പൊട്ടിക്കണം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ്. ചങ്ങലകളെ പൊട്ടിക്കണം ശത്രുവിന്റെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാലോ, മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കാം. സ്തോത്രം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാം. ഇതൊക്കെ സ്തോത്രം ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന സന്ദേശമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ മുൻപോട്ട് പോകേണ്ടതുണ്ട്. സ്തോത്രം. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തില് തുടർമാനമായ കുഞ്ഞുങ്ങളുടെ മരണം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. തുടർമാനമായി കുഞ്ഞുങ്ങളുടെ മരണം. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഈ ജനത്തിന്റെ പെരുപ്പമാണ് അതിന് കാരണമായി മാറിയത്. സ്തോത്രം. അനന്തര യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. പുറപ്പാട് പുസ്തകം 1:8 ഞാൻ വായിക്കുന്നത്. അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ടുപോയി കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. സ്തോത്രം. അങ്ങനെ ബുദ്ധിയായി പെരുമാറുന്നതിന്റെ ആദ്യത്തെ നടപടിയാണ് ഇവരെ അടിമവേല ചെയ്യിക്കുവാൻ തീരുമാനിച്ചു. അടിമവേല. സ്തോത്രം. അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരാക്കി സംഭാര നഗരങ്ങളെ പണിയാൻ അവരെ ഏൽപ്പിച്ചു. അങ്ങനെ ഉപദ്രവിച്ച് അവരെ പണിയെടുപ്പിക്കുകയാണ്. സ്തോത്രം. തൽഫലമായി നമ്മൾ അവർ വായിക്കുന്നത്, ഇങ്ങനെ കാഠിന്യമായ വേല ചെയ്യിച്ചത് നിമിത്തം സ്തോത്രം ഇവരുടെ ജീവിതത്തെ കയ്പാക്കി തീർത്തു. സ്തോത്രം. ജീവിതം തന്നെ മടുത്തു പോകുന്ന അവസ്ഥ. ഹല്ലേലൂയ. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥ. പ്രൈസ് ദ ലോർഡ്. ഇതാണ് അവർക്ക് ഒന്നാമത്തെ പരീക്ഷണം. എന്തിനാ ജീവിക്കുന്നേ, സ്തോത്രം എന്നുള്ള ഒരു ധാരണ, ചിന്ത അവരുടെ ഉള്ളിൽ കൊടുത്ത് അവരെ തകർത്തു കളയാം. ഹല്ലേലൂയ. ഇന്നും ഈ ഒരു തന്ത്രം പിശാചിൻ്റെതായിട്ടുണ്ട്. എന്തിനാ ജീവിക്കുന്നേ, എങ്ങനെ മുമ്പോട്ട് പോകും, വഴിയില്ലല്ലോ, പണമില്ലല്ലോ, സ്തോത്രം ഒരു മാർഗമില്ലല്ലോ, സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തയിൽ ജീവിതം കുഴഞ്ഞുപോയ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ്. നമ്മെ നിരാശപ്പെടുത്തി കളയാം. രണ്ടാമത്തെ തന്ത്രം എന്ന് പറയുന്നത് ഇവരുടെ സ്തോത്രം ജനസംഖ്യ വർധനവില്ലാതാക്കുക. അതിന് 2 സൂതി കർമ്മണികളെ നിയോഗിച്ചു. ക്ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതി കർമ്മണികളെ നിയമിച്ച് ഇവരുടെ കുഞ്ഞുങ്ങളെ പ്രസവശയ്യയിൽ വെച്ച് തന്നെ, എന്ന് പറഞ്ഞാൽ അമ്മ പോലും കുഞ്ഞിന്റെ മുഖം കാണുന്നതിന് മുമ്പ് ശ്വാസം മുട്ടിച്ച് ഉള്ളുകളയാൻ എന്ത് ചെയ്തു, ഇവരെ ചുമതലപ്പെടുത്തി. എന്നാൽ നമുക്കറിയാം, ഇവർ എബ്രായ സൂതി കർമ്മണികളായതുകൊണ്ട്, ദൈവത്തെ ഭയമുള്ളവരായതുകൊണ്ട് അവരെന്ത് ചെയ്തു, കുഞ്ഞുങ്ങളെ കൊന്നുകളയാതെ ജീവനോടെ രക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അവര് പറയുന്നത്, ഇത് വിവരം ഫറവോന്റെ മുമ്പിൽ വന്നപ്പോ ഫറവോൻ ചോദിക്കുക, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അവര് പറയുകയാണ്, നമ്മുടെ സ്ത്രീകളെ പോലെയല്ല എബ്രായ സ്ത്രീകൾ, അവര് നല്ല തിറമുള്ളവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവര് നല്ല തിറമുള്ളവരാണ്.
സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ തലമുറകളിലേക്ക് നോക്കിയാൽ ഈ ഒരു കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ശാരീരികമായി തലമുറകൾ ഉണ്ടാകാത്ത വിധത്തിൽ പ്രതിസന്ധിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും. സ്തോത്രം. ഞാൻ ഒരു പാസ്റ്റർ ആയതുകൊണ്ട് ധാരാളം കുഞ്ഞുങ്ങളെ, ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെ കാണുന്നത് കൊണ്ടാണ് ഞാനത് ഈ മീറ്റിംഗിൽ പങ്കുവെക്കുന്നത്. സ്തോത്രം. ഒന്ന്, സ്തോത്രം, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നത്തെ ഈ ആധുനിക പഠന രീതികൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വൈഫിനോട് ഞങ്ങൾ അത് വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. കാരണം ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. സ്തോത്രം. എൻ്റെ വൈഫിന്റെ ആങ്ങളയ്ക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ അവരെ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെ അറിയാവുന്ന വിഷയമാണ്. സ്തോത്രം. പല കുഞ്ഞുങ്ങൾക്കും മെൻസസ് കൃത്യമല്ല. ഇനിയും ഒന്നുകൂടെ ഞാൻ അമ്മമാര് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പറയാം, പല കുഞ്ഞുങ്ങൾക്കും, ഇന്നുള്ള പല കുഞ്ഞുങ്ങൾക്കും യൂട്രസ് പോലുമില്ല. സ്തോത്രം. ഒരു കുഞ്ഞുമായി പോകുന്ന ധാരാളം കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സ്തോത്രം, അത് സംഭവിക്കുന്നില്ല. ആമേൻ. അവിടെയാണ് സ്തോത്രം എബ്രായ സൂതികർമ്മിണികൾ പറഞ്ഞ വാക്ക്. എബ്രായ സ്ത്രീകൾ നല്ല തിറമുള്ളവരാണ്, നല്ല തിറമുള്ള. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൗമാര ജീവിതം കൈവിട്ടവർ കളിക്കുന്നത്. സ്തോത്രം. അല്ലെ? എന്റെ ജീവിതം, എന്റെ ശരീരം, എന്റെ ഇഷ്ടം, അതാണ് ഇന്നത്തെ തലമുറയുടെ ആപ്തവാക്യം. സ്തോത്രം. ആമേൻ. ഇതിന്റെ നടുവിലാണ് ദൈവമക്കളെ നാം വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ചിട്ടയോടും വളരെ പ്രാർത്ഥനയോടും വചനം പഠിപ്പിച്ച് അവരെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്തോത്രം. ഒന്നാമത്, സൂതികർമ്മിണികൾ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ഫറവോൻ നിയോഗം കൊടുത്തിരിക്കുന്ന സമയം ദൈവം ഇവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? ഈ പദ്ധതിയും പാളിപ്പോയെന്നറിഞ്ഞപ്പോ ഫറവോൻ കൊടുത്ത ഒരു പദ്ധതിയുണ്ട്, ഒരു ചിന്തയുണ്ട്. ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നൈൽ നദിയിലിട്ട് കളയണം, നൈൽ നദിയിലിട്ട് കളയണം. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞിനെ കിട്ടുന്നേ. എന്നിട്ടിപ്പോ ഫറവോൻ പറയാം അതിനെ നൈൽ നദിയിലേക്ക് ഇട്ടേക്കണമെന്നോ. ആ കാലത്ത് മോശ എന്ന കുഞ്ഞ് ജനിച്ചു. അവന്റെ അമ്മയപ്പന്മാർ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അവരോട് ചോദിച്ചേ, അവര് പറയും ഇത് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചു കിട്ടിയ കുഞ്ഞാ, അതിനെ വലിച്ചെറിയാനുള്ളതല്ല, ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ അതിനെ സൂക്ഷിക്കും. 3 മാസം ഒളിപ്പിച്ചു വെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, ഒരു ഞാങ്ങണയുടെ പെട്ടകം വാങ്ങി അതിന് കീലി തേച്ച് കുഞ്ഞിനെ ആ പെട്ടകത്തിനകത്ത് വെച്ച് നൈൽ നദിയിൽ ഒഴുക്കി കളഞ്ഞു. സ്തോത്രം. പെട്ടകം വാങ്ങി മാതാപിതാക്കൾ ചോദിച്ചേ, കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കി കളഞ്ഞോ? ഒഴുക്കി കളഞ്ഞു. പക്ഷേ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പെട്ടകം വാങ്ങി കീലി തേച്ച് വെള്ളം കയറാത്ത വിധത്തിൽ, മുങ്ങിപ്പോകാത്ത വിധത്തിൽ ആ കുഞ്ഞിനെ അതിനകത്ത് വെച്ച് ആ മാതാപിതാക്കൾ ഒഴുക്കി കൊടുക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അറിയണം, ഒന്നാമത് നമ്മൾ പറഞ്ഞല്ലോ, സൂതികർമ്മിണികൾ പറഞ്ഞ വാക്ക്, എബ്രായ സ്ത്രീകൾ നല്ല തിറമുള്ളവരാണ്. ശാരീരികമായി മാത്രമല്ല, അവര് ബുദ്ധിപരമായും നല്ല തിറമുള്ളവരാണ്. അതുകൊണ്ടാണ് 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഇനി കഴിയില്ലെന്ന് പറഞ്ഞപ്പോ അവര് ബുദ്ധിയോടെ പ്രവർത്തിക്കുകയാണ്. ഒരു പെട്ടകം വാങ്ങി കീലി തേച്ച് കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കി വിടുകയാണ്.
ഹല്ലേലൂയ. ഒന്നോർത്ത് നോക്കിക്കേ, ആ നൈൽ നദിയിലൂടെ അനേക കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി ഒഴുകി പോയിട്ടുണ്ട്. സ്തോത്രം. അനേക കുഞ്ഞുങ്ങളെ ആ നൈൽ നദിയിലുള്ള ആമേ മുതലയും ആമേ സ്തോത്രം മറ്റു ജീവികളും ഒക്കെ പിടിച്ചു വിഴുങ്ങിയിട്ടുണ്ട്. അനേക കുഞ്ഞുങ്ങൾ അവിടെ താണുപോയിട്ടുണ്ട്. സ്തോത്രം. പക്ഷേ ആമേ സ്തോത്രം, ഈ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളുടെ ആമേ സ്തോത്രം മോശ എന്ന കുഞ്ഞിന്റെ പെട്ടകം നിങ്ങൾ നോക്കിക്കേ. ആമേ സ്തോത്രം, അത് മുങ്ങി താഴുന്നില്ല. അതിങ്ങനെ ഒഴുകി 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 സ്തോത്രം സുരക്ഷിതമായ ഒരു കരത്തിൽ ചെന്നു ചേരുകയാണ്. ഹല്ലേലൂയ. വളർത്തുന്ന രണ്ട് കരങ്ങളിലേക്ക് ദൈവം അത് എത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ചങ്ങലയെ പൊട്ടിക്കാൻ നമുക്ക് കഴിയണം. സ്തോത്രം. നമ്മുടെ തലമുറകളെ വെല്ലുവിളിക്കുന്ന ആമേ ഇല്ലായ്മപ്പെടുത്തുന്ന ചങ്ങലകളെ പൊട്ടിക്കണം. സ്തോത്രം. മരണത്തിന്റെ ചങ്ങലയെ പൊട്ടിക്കണം. നമുക്കെതിരെ ഉയരുന്ന രോഗത്തിന്റെ ചങ്ങലകളെ പൊട്ടിക്കണം. അതിനുള്ള ഒരു കരുത്ത് ഈ പ്രാർത്ഥനയിൽ നാം പ്രാപിച്ചെടുക്കേണ്ടതുണ്ട്. സ്തോത്രം. നിങ്ങൾ നോക്കിയേ, നയീനിലെ വിധവയുടെ മകൻ. സ്തോത്രം. വലിയൊരു പുരുഷാരമുണ്ട് കൂടെ. ആമേൻ. രണ്ട് പുരുഷാരങ്ങൾ ഇങ്ങനെ. ഒന്ന് യേശുവിന്റെ കൂടെയുള്ള പുരുഷാരം, രണ്ട് നയീനിലെ വിധവയുടെ മകന്റെ അടക്കത്തിനു വേണ്ടി പോകുന്ന പുരുഷാരം. സ്തോത്രം. ദൈവമക്കളെ, പുരുഷാരം കൊണ്ടൊന്നും കാര്യമില്ലെന്ന് നമ്മൾ ഇവിടെ അറിയണം. സ്തോത്രം. ഇവരോട് ചോദിച്ചേ, എന്തോ ചെയ്യും ഇവര്? ഈ പുരുഷാരം എന്തോ ചെയ്യും? നയീനിലെ വിധവ, ആ സഹോദരി കരയാൻ തുടങ്ങിയാൽ ഇവരും കൂടെ കരയും. സ്തോത്രം. വേണ്ടി വന്നാൽ ആ അമ്മ കരയുന്നതിനേക്കാൾ കൂടുതൽ നന്നായി ഇവർ കരയും. പദം പറഞ്ഞു കരയും. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും വേണ്ടി വന്നാൽ ഒരു പെട്ടി ഉണ്ടാക്കി തരും, പന്തലിടും. സ്തോത്രം. കുഴിയെടുക്കും. ഈ കുഴിക്കകത്ത് കൊണ്ടുവന്ന് ഇത് വെച്ച് മറവ് ചെയ്യാനും അവരുണ്ടാവും. സ്തോത്രം. നല്ല ആമേ ചെറുപ്പക്കാരനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു അനുശോചന യോഗവും ഈ കൂട്ടായ്മ സംഘടിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആൾക്കൂട്ടം കൊണ്ട് കാര്യമില്ല. ആമേൻ. മറിച്ച് യേശു എന്താ പറഞ്ഞതെന്നറിയാമോ? യേശു ആ സ്ത്രീയോട് പറഞ്ഞത് കരയേണ്ട എന്നാണ്. കരയേണ്ട. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ കൂടെയുള്ളവർക്ക് ആമേ സ്തോത്രം ഹല്ലേലൂയ കരയാനേ കഴിയൂ, നമ്മളോട് സഹതപിക്കാനേ കഴിയൂ. പക്ഷെ നമ്മുടെ ഒപ്പമുള്ള യേശു കർത്താവിന് മാത്രമേ നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരം വരുത്താൻ പറ്റുകയുള്ളൂ, നമ്മുടെ കണ്ണുനീരിന് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. നോക്കിക്കേ, കർത്താവ് ആമേ അവളോട് പറഞ്ഞു കരയേണ്ട. മഞ്ചം ചുമക്കുന്നവരോട് പറഞ്ഞു അവിടെ നിൽക്ക്. യേശു ആ മഞ്ചം തൊട്ടു. സ്തോത്രം. യേശുവിന്റെ ശിഷ്യന്മാർ ഒരു പക്ഷെ പറഞ്ഞു, കർത്താവെ തൊടല്, അത് ഡെഡ് ബോഡിയാണ്. ആമേൻ. മഞ്ചം തൊട്ട ഡെഡ് ബോഡിയെ തൊടുന്നതിന് തുല്യമാണ്, അങ്ങും അശുദ്ധനാകും. പരീക്ഷന്മാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് യേശു അശുദ്ധനാകുന്നത് കാണാൻ. പക്ഷെ നമുക്കറിയാം ആമേ ആമേ സ്തോത്ര ശുദ്ധനായ ആമേ പരിശുദ്ധനായ ദൈവം ആ മഞ്ചം തൊട്ടപ്പോൾ തന്നിലുള്ള ശക്തി അവനിലേക്ക് വ്യാപരിക്കുകയാണ്. അവൻ ജീവനോടെ എഴുന്നേറ്റു. സ്തോത്രം. യേശു പറഞ്ഞു എഴുന്നേൽക്ക. അടുത്തത് മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അത്ഭുതകരമായ ഒരു സംഭവം. ആമേ സ്തോത്ര. വലിയൊരു മാറ്റം അവിടെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആമേ നമ്മുടെ കൂടെയുള്ള ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്നേക്കും അടിമകളായിരുന്നവരെ വിടിവിക്കുന്ന നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്. സ്തോത്രം. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ഇപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട് എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേ ശത്രുവിന്റെ ചങ്ങലകളെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആമേ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. തുടർമാനമായി ശത്രു ഒരുക്കുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കണ്ട് ആമേ തളർന്നു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, അന്ന് രാത്രി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതിന്റെ ഫലമായി ദൈവം തന്റെ ദൂതനെ അയച്ച്
പത്രോസിനെ അത്ഭുതകരമായി വിടുവിച്ചു, അത്ഭുതകരമായി വിടുവിച്ചു. സ്തോത്രം. ഇന്നൊരു അത്രിയിലും ഇന്ന് പകലിലും നമുക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ആ കരം നമുക്ക് വേണ്ടി ചലിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ പകലി ദൈവത്തിന് വചനം കേട്ട എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഒരു കാര്യം ഓർക്കുക ദൈവമക്കളെ, ചങ്ങല പോലും അറിയാതെ പത്രോസിനെ വിടുവിക്കുവാൻ കഴിഞ്ഞ ദൈവം നമുക്ക് വേണ്ടി കൃത്യമായി ഇറങ്ങി വന്ന് ആമേൻ അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആമേ, ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന കർത്താവിന്റെ ദാസനോടും പ്രിയപ്പെട്ടവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ തുടർന്നുള്ള ദിവസങ്ങൾ അനുഗ്രഹമാകട്ടെ. ഞങ്ങളെയും പ്രാർത്ഥന ഓർക്കുക. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.